ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഡിന്നർ ഉണ്ടാക്കാൻ പോവാണേ. ഇത് കണ്ടിട്ടേ ഞാൻ ഇന്ന് ഡിന്നറിൻ്റെ എന്താ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നർ കോംബോയാണ്. നല്ല ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഇതുപോലൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ടേ. നല്ല മഞ്ഞ കളറിൽ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിലുള്ള മത്തങ്ങ ഉണ്ടല്ലോ, അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. എനിക്ക് തോന്നുന്നു ലൈറ്റ് കളറിൽ വരുന്ന മത്തങ്ങയെക്കാളും ഇതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റും. അപ്പോൾ ഉള്ളിലുള്ള കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊരു ചെറിയ മത്തങ്ങയുടെ ഒരു കാൽഭാഗം വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുവാണ് കേട്ടോ. ആവിയിൽ വേവിക്കാൻ പോവാണ്. എപ്പോഴും എനിക്ക് തോന്നുന്നു വെള്ളം ഒഴിച്ച് വേവിക്കുന്നേക്കാളും ടേസ്റ്റും ഗുണവും ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. വെള്ളത്തിൽ കുറച്ച് അതിൻ്റെ ഒരു ന്യൂട്രിയൻസ് ഒന്നും അങ്ങ് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിത് ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടിലോ സ്റ്റീമറിലോ എന്തെങ്കിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മതി. പെട്ടെന്ന് തന്നെ ഇത് ഇതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടും. അതിനകത്ത് തന്നെ മത്തങ്ങയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടൊന്ന് മാറിക്കഴിയുമ്പം ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് ആ വെള്ളം കളയണ്ട കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, അതും കൂടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ മാഷ്, ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുന്ന മാഷറോ അത് വെച്ച് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അതും അല്ലെങ്കിൽ ഇതേ കൈവച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പംകിൻ ചപ്പാത്തി, മത്തങ്ങ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം 1 കപ്പ് പൊടി ഇട്ടാൽ മതി. ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ പറ്റും. തീരെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുണ്ടോ നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുവാണേ. പിന്നെ കറക്റ്റ് ഒരു അളവ് നോക്കണ്ട. ഒട്ടിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവാവുന്നത് വരെ ആവശ്യത്തിന് പൊടി ചേർത്ത് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവ് കിട്ടും. സാധാരണ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, കാരണം പംകിൻ്റെ പേസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം മതി നമുക്ക് ഈ ചപ്പാത്തിക്ക് 2 സൈഡ് ഡിഷ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. രണ്ടും വളരെ സിമ്പിളായിട്ടുള്ള സൈഡ് ഡിഷാണ്. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, ഒരു 3 സവോള അരിഞ്ഞത്, 2 പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു കറി എന്ന് പറയാൻ പറ്റില്ല, ഇത് ഒത്തിരി പേർക്കും അറിയാവുന്നതും ഇഷ്ടമുള്ളതുമായിട്ടുള്ളൊരു സൈഡ് ഡിഷായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വയ്ക്കുക. ഒരുപാട് വെന്ത് പോകണ്ട. സവോളയുടെ ആ ഒരു കരികരിപ്പുണ്ടല്ലോ, ഒരു ക്രഞ്ചിനെസ്, അത് അതുപോലെ തന്നെ വേണം. ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് ആയി കഴിയുമ്പോൾ ലാസ്റ്റ് ഇതിനകത്തേക്ക് ഒരല്പം മുളക് പൊടി, 1/4 ടീസ്പൂൺ മതി. പൊടിയുടെ അളവ് കൂടരുത്. മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി പൊടിയുടെ ഒരു ചുവയും കൂടി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സവാള വഴറ്റിയത് റെഡി. ചപ്പാത്തിക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാറില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതേ പാനിലോട്ട് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചോപ്പറിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് ആദ്യം നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബീട്രൂട്ട് പെട്ടെന്ന് വേവും. ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയ്ക്ക് അങ്ങനെ എത്ര എണ്ണം എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം. അത് ബീട്രൂട്ട് ആയാലും അങ്ങനെ തന്നെയാണ്. ഇഷ്ടം പോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുന്നവരെ ചിക്കിയെടുക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി മല്ലിയിലയൊക്കെ ചേർത്താൽ നല്ലതായിരിക്കും. എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു 2 നുള്ള് ഗരം മസാല കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് മുട്ട ചിക്കിയത് റെഡി. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പൊടിയൊക്കെ ഇട്ടിട്ട് ചെറിയ ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പരത്താനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഒത്തിരി വലുതാക്കി കഴിഞ്ഞാൽ ഒത്തിരി തിന്നായി പോകുമ്പം നല്ല സോഫ്റ്റ് മാവല്ലേ, അപ്പോൾ പരത്തിയെടുക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് ചുടുന്ന സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. കൂടുതൽ ടേസ്റ്റും ആയിരിക്കും, കൂടുതൽ സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇത് നല്ല സോഫ്റ്റാണ്. സാധാരണ ചപ്പാത്തിയേക്കാൾ സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും അത് ഉച്ചയായാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും.
പിന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇതുണ്ടാക്കി കൊടുത്താൽ വളരെ നല്ല കേട്ടോ. കാരണം ഇതിനകത്ത് പംകിൻ മത്തങ്ങ ചേർത്തിട്ടുണ്ടെന്ന് പോലും അവരറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ പോവാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്.